നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 7-8 തീയതികളിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി പ്രവാസി സംഘം പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് പാനൂരിൽ സ്വീകരണം നൽകി. കേരള സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി ക്ഷേമനിധിയിലേക്ക് കേന്ദ്ര സർക്കാർ വിഹിതം അനുവദിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 7-8 തീയതികളിൽ ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. പെരിങ്ങത്തൂരിൽ നിന്ന് ആരംഭിച്ച ജാഥ ചൊക്ലിയിൽ സമാപിച്ചു. CK ശ്രീജേഷ് ജാഥ ക്യാപ്റ്റനും E നസീർ വൈസ് ക്യാപ്റ്റനും P വത്സൻ മാനേജറുമായ ജാഥയാണ് ചൊക്ലിയിൽ സമാപിച്ചത്. പെരിങ്ങത്തൂരിൽ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജ ഉദ്ഘാടനം ചെയ്തു. ചൊക്ലിയിൽ സമാപന സമ്മേളനം കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കുട്ടമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പാനൂരിൽ നൽകിയ സ്വീകരണത്തിൽ KK സുധീർ കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. E നസീർ, അബ്ദുൾ റഹ്മാൻ, അനിത P, അനിരുദ്ധൻ, അഷ്കർ TT, രവി PV, വത്സൻ തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ സംസാരിച്ചു. കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾക്ക് പിന്തുണ കൊടുക്കുന്നതോടൊപ്പം പ്രവാസി മേഖലയിലുള്ള ആളുകളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും അവരുടെ വരുമാനം ഏറ്റവും പ്രയോജനകരമായ തരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളിലേക്ക് ഉൾപ്പെടെ പ്രവാസി മലയാളികളുടെ വരുമാനം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന മലയാളികളുടെ ആഗോളതലത്തിലുള്ള സംഗമം കേരള ഗവൺമെന്റ് തുടർച്ചയായി സംഘടിപ്പിക്കും. പാനൂർ നൽകിയ സ്വീകരണത്തിന് ജാഥ ക്യാപ്റ്റൻ E ശ്രീജേഷ് നന്ദി പ്രകാശിപ്പിച്ചു. ഹെഡ് പോസ്റ്റ് ഓഫീസ് മുന്നിൽ രാപ്പകൽ സമരം നടത്താൻ വേണ്ടി പ്രവാസി സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ സമരത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ നിധിയിലേക്ക്, ക്ഷേമ പെൻഷനിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അനുവദിക്കുക എന്നുള്ളതാണ്. അനുവദിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ ഔദാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല, പ്രവാസികളുടെ അവകാശമാണ് എന്ന് തന്നെയാണ് കേരള പ്രവാസി സംഘം അത് സംബന്ധിച്ച് പറയുന്നത്. കാരണം ഇന്ത്യക്കകത്തേക്ക് പ്രവാസികൾ അയക്കുന്ന പണം കേന്ദ്ര ബഡ്ജറ്റിന്റെ 35% വരുന്ന തുകയാണ്. ആ നിലയ്ക്ക് പരിശോധിച്ചാൽ തിരിച്ചു വന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സമഗ്ര ന്യൂസ് പാനൂർ.